സ്റ്റാർ സിംഗർ സീസൺ 10ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡായ 82ൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ പറയുന്നത്. കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും ലഭിച്ച മാർക്സ്, ഗോൾഡൻ സ്റ്റാർസ്, ആരൊക്കെയാണ് ഗസ്റ്റായി എത്തിയിട്ടുള്ളത് എന്നൊക്കെ നോക്കാം. ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പര്യടനത്തിൻ്റെ ഭാഗമായി ചിത്രചേച്ചി എത്തിയിട്ടില്ല. അതിനു പകരമായി ഗായകൻ ഹരിശങ്കറാണ് ജഡ്ജായി എത്തിയിട്ടുള്ളത്. 3 ജഡ്ജസും ചേർന്നുള്ള രസകരമായ കുറേ മുഹൂർത്തങ്ങളുണ്ട് ഈ എപ്പിസോഡിൽ. 1 vs 1 മത്സരം കണ്ടിന്യൂ ചെയ്യുമ്പോൾ പുതിയൊരു റൗണ്ട് കൂടി എത്തിയിട്ടുണ്ട്. റിട്രോ റൗണ്ടാണത്. പഴയകാല സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റൗണ്ടാണിത്. കണ്ടസ്റ്റൻസും മെൻറ്റേഴ്സും എല്ലാവരും ആ റിട്രോ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വേഷഭൂഷാദികളാണ് ധരിച്ചിട്ടുള്ളത്. പഴയകാല സൂപ്പർ ഹിറ്റ് ക്യാരക്ടേഴ്സിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള വേഷമാണ് ഇവരെല്ലാം ധരിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള മേക്കപ്പും. ഒരംഗത്തിന് ഇനിയും ബാല്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് മെൻറ്റേഴ്സ് ഒരുങ്ങിയിറങ്ങിയിട്ടുള്ളത്. തങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളിൽ ആരായിരിക്കും ഫൈനലിലേക്ക് ഇടം പിടിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. റിട്രോ റൗണ്ടിൽ ആദ്യമായി മത്സരിക്കാനെത്തുന്നത് കൃഷ്ണശ്രീയാണ്. സ്വപ്നം എന്ന പഴയകാല സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഗാനമാണ് കൃഷ്ണശ്രീ പാടുന്നത്. കാണാ കുയിലേ പാടൂ പാടൂ നീ എന്ന ഗാനമാണ് കൃഷ്ണശ്രീ പാടുന്നത്. കൃഷ്ണശ്രീയുടെ വോയിസിന് അനുയോജ്യമായ പാട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിമനോഹരമായി പാട്ട് പാടി അവതരിപ്പിക്കുകയും ചെയ്തു. വളരെയധികം ക്ലാരിറ്റിയുള്ള ഈ ആലാപനത്തിന് 99.5 മാർക്കാണ് കൃഷ്ണയ്ക്ക് ലഭിച്ചത്. 1 vs 1 റൗണ്ടിൽ മത്സരിക്കാനെത്തുന്നത് ദിൽരാജും വിധുരാജുമാണ്. ബന്ധനം എന്ന സൂപ്പർ ഹിറ്റ് പഴയകാല ചിത്രത്തിലെ രാഗം ശ്രീരാഗം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് മത്സരിച്ച് പാടി അവതരിപ്പിച്ചത്. രണ്ടുപേരും വളരെയധികം കോംപ്ലിമെൻ്റ് ചെയ്ത് തന്നെയാണ് പാടിയത്. എങ്കിലും കുറച്ച് കൂടുതൽ മികച്ചു നിന്നത് ദിൽരാജിൻ്റെ പാട്ടായിരുന്നു. പി ജയചന്ദ്രൻ പാടിയ സൂപ്പർ ഹിറ്റ് ഗാനമാണിത്. രണ്ടുപേർക്കും മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ചെറുതായി തെറ്റിച്ചു പാടി വിധു. അതുകൊണ്ട് തന്നെ വിധുവിന് ലഭിക്കുന്നത് 98.5 മാർക്കാണ്. കുറച്ചുകൂടി നന്നായി അവതരിപ്പിച്ച ദിൽരാജിന് 99 മാർക്ക് ലഭിച്ചു. ഈ എപ്പിസോഡിൽ അതിഥികളായി എത്തിയിട്ടുള്ളത് ഡോസ് എന്ന മെഡിക്കൽ ത്രില്ലർ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരാണ്. ഡയറക്ടറായ അഭിലാഷ് ആർ നായരും ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളായ സിജു വിൽസണും ദൃശ്യ രഘുനാഥും എത്തിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ സ്റ്റാർ സിംഗർ സീസൺ 10ൻ്റെ സ്വന്തം ഗായിക സ്വർണ KS കൂടി പാടിയിട്ടുണ്ട്. ചിത്രത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. അടുത്തതായി റിട്രോ റൗണ്ടിൽ പാടാനെത്തുന്നത് സൂര്യനാരായണനാണ്. പ്രഭു എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനമാണ് സൂര്യൻ പാടാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നീ തീരം തേടും തിരയുടെ പാട്ടിൽ എന്ന അടിച്ചുപൊളി ഗാനമാണ് സൂര്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. സൂര്യൻ്റെ അപ്പിയറൻസ് തന്നെ മനോഹരമായിരുന്നു. തുടർച്ചയായി 2 ഗോൾഡൻ സ്റ്റാറുകൾ നേടിയ സൂര്യൻ്റെ ഹാട്രിക് പെർഫോമൻസ് ആയിരിക്കും ഇതെന്നാണ് എല്ലാവരും കരുതിയത്. പ്രോമോ കണ്ടപ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. സൂര്യൻ പാടിയ ഇംപ്രൊവൈസേഷൻസ് എല്ലാം അതിമനോഹരമായിരുന്നു. മികച്ച രീതിയിൽ അവതരിപ്പിച്ചെങ്കിലും ചെറിയ ചില മിസ്റ്റേക്സ് കാരണം 99.5 മാർക്കാണ് സൂര്യന് ലഭിച്ചത്. ഇത്തവണ ഗസ്റ്റായി എത്തിയ സ്വർണയുടെ അതിമനോഹരമായൊരു പെർഫോമൻസ് കൂടി ഉണ്ടായിരുന്നു. ന്യൂ റിലീസായ ഡോസ് എന്ന ചിത്രത്തിലെ എവിടെയോ കണ്ടതല്ലേ എന്ന അതിമനോഹരമായ ഗാനം സ്വർണ അതിമനോഹരമായി ആലപിച്ചു. മികച്ച അവസരങ്ങൾ സ്വർണയെ തേടിയെത്തട്ടെ. വൈൽഡ് കാർഡ് എൻട്രിയായി വന്ന് മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെച്ച് തൻ്റേതായ ഒരു സ്റ്റാമ്പ് പതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സ്വർണ എലിമിനേറ്റ് ആയത്. അടുത്തതായി റിട്രോ റൗണ്ടിൽ പാടാനെത്തുന്നത് വൈശാഖനാണ്. പരീക്ഷ എന്ന പഴയകാല സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഗാനമാണ് വൈശാഖൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്ന ഗാനം മനോഹരമായി തന്നെ അവതരിപ്പിച്ചു വൈശാഖൻ. പാട്ട് പാടിക്കൊണ്ട് തന്നെ സിത്താരയ്ക്ക് പൂവൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു വൈശാഖൻ. പി ഭാസ്കരൻ MS ബാബുരാജ് ടീമിൻ്റേതാണ് ഈ ഗാനം. ഈ മികച്ച ഗാനത്തിന് വൈശാഖന് ലഭിക്കുന്നത് 99.5 മാർക്കാണ്. ഫിനാലയിൽ എത്താനുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് വൈശാഖൻ. ഈ എപ്പിസോഡിൽ ഗോൾഡൻ സ്റ്റാറുകൾ ഒന്നുമില്ല. മികച്ച പെർഫോമേഴ്സായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കൃഷ്ണശ്രീ, വൈശാഖൻ, സൂര്യനാരായണൻ എന്നിവരെയാണ്. 3 പേർക്കും 99.5 മാർക്സ് വീതമാണ് ലഭിച്ചത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.